നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ അരുണുമൻ. കൊച്ചി VPS ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ ന്യൂറോ സർജനാണ്. പല മാതാപിതാക്കളും ചോദിക്കുന്നതാണ് കൊച്ചിൻ്റെ ഇൻ്റലിജൻസ് കോഷ്യൻറ്റ്. എന്താണ് ഇൻ്റലിജൻസ് കോഷ്യൻറ്റ്? ഇൻ്റലിജൻസ് കോഷ്യൻറ്റ് വെച്ച് കൊച്ചിനെ അളക്കുന്നതും അവരുടെ ഭാവിയിലുള്ള അവരുടെ മികവിനെ കുറിച്ചൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പം ഇൻ്റലിജൻസ് കോഷ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി അതൊരു ടെസ്റ്റാണ്. അതായത് പല കാര്യങ്ങളും പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തിട്ട് കൊച്ചിനെ കൊണ്ട് അത് ആൻസർ ചെയ്യിപ്പിച്ച് എത്രത്തോളം അവർ സ്കോർ ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ഇൻ്റലിജൻസ് ക്വസ്റ്റ്യൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ പലപ്പോഴും ഒരു കുട്ടിക്ക്, അതായത് നമ്മൾ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി ആവശ്യമുള്ള പല സ്കിൽസും നമ്മൾ ഇൻ്റലിജൻസ് ക്വസ്റ്റ്യൻ ടെസ്റ്റിലൂടെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ എമോഷണൽ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ മറ്റൊരു സംഭവമാണ്. അതായത് നമ്മുടെ എമോഷണൽ മെച്യൂരിറ്റി, നമ്മുടെ വൈകാരികത അല്ലെങ്കിൽ നമ്മുടെ പെരുമാറ്റ രീതിയൊക്കെ അസസ് ചെയ്യുന്ന ഒരു സംഭവമാണ് എമോഷണൽ ക്വസ്റ്റ്യൻ്റ്. അതാണ് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ജീവിത വിജയത്തെ നമ്മൾ ആശ്രയിക്കുന്നത്. ഈ ഇൻ്റലിജൻസ് ക്വസ്റ്റ്യനിൽ നമ്മൾ കൊച്ചിൻ്റെ പെരുമാറ്റ രീതി, കൊച്ചിൻ്റെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ക്രൈസിസ് സിറ്റുവേഷൻ എങ്ങനെ പെരുമാറുന്നു, ബാക്കിയുള്ളവർ സഹപാഠികൾ എങ്ങനെ പെരുമാറുന്നു, പേരൻസിനോട് കുട്ടികളോട് എങ്ങനെ പെരുമാറുന്നു, മറ്റ് സുഹൃത്തുക്കളോട് എങ്ങനെ പെരുമാറുന്നു, എത്തരം കാര്യങ്ങളൊന്നും ഒരിക്കലും ഇൻ്റലിജൻസ് ക്വസ്റ്റ്യനിൽ മെഷർ ചെയ്യുന്നില്ല. പലപ്പോഴും ഇൻ്റലിജൻസ് ക്വസ്റ്റ്യൻ നല്ല സ്കോർ കിട്ടുമ്പോൾ കുട്ടി ഭയങ്കര ഉന്നത വിജയം നേടുന്നു പറയുന്നത് എപ്പോഴും ശരിയാവണമെന്നില്ല. പലപ്പോഴും നല്ല ഹൈക്കുള്ള കുട്ടികൾ ജീവിതത്തിൽ വിജയിക്കണമെന്നില്ല. കാരണം അവർക്ക് ജീവിതത്തിൽ ആവശ്യമുള്ള മറ്റ് പല സ്കിൽസും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ എപ്പോഴും ആലോചിക്കുക, നമ്മുടെ കൊച്ചിൻ്റെ ബുദ്ധിശക്തിയുടെ ഒരു ചെറിയൊരു ഒരു ഭാഗം മാത്രമാണ് ഇൻ്റലിജൻസ് ക്വസ്റ്റ്യൻ മെഷർ ചെയ്യുന്നത്. അതിലും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ തലച്ചോറിന് ആവശ്യമുണ്ട്. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. താങ്ക് യു.